ഓക്കെ. പരശുരാജയെ പറ്റി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയില്ലാത്തതേത്? കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു, പറഞ്ഞ ശരിയാണ്. അടുത്തത് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. അടുത്ത കേരള സിംഹം എന്നറിയപ്പെടുന്നു, പറഞ്ഞ ശരിയാണ്. ഇനി പരശുരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി, അത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ 17-ാം നൂറ്റാണ്ട് അവിടെ മാത്രമേ തെറ്റുള്ളൂ അല്ലേ? എത്രാമത്തെ നൂറ്റാണ്ടിലാണ് സംഭവം നടന്നത്? ഏത് നൂറ്റാണ്ടിലാണ് സംഭവം നടന്നത്? പരശുരാജയുടെ കാലയളവ് എത്ര? അല്ലെങ്കിൽ നമ്മുടെ പരശുരാജയുടെ ഓരോ പരശുരാജ വിപ്ലവം നടന്ന കാലഘട്ടം, ഒന്നാം പരശു വിപ്ലവം നടക്കുന്നത് തന്നെ 1993 തൊട്ട് 1797 വരെ അല്ലേ? ഇപ്പോൾ വരുമ്പം 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 18-ാം നൂറ്റാണ്ടിലാണ് ഇത് തുടങ്ങുന്നത്. 17-ാം നൂറ്റാണ്ടിലില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ അവിടെ തെറ്റുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ തെറ്റായിട്ടുള്ളത്. നോക്കിയേ, 17-ാം നൂറ്റാണ്ട് അവസാനത്തിൽ മൈസൂർ രാജ്യത്തിന് പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മേലെ ശക്തമായി ചെറുത്തുനിൽപ്പ് നയിച്ചു. ഇനിയും പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാരാണ്? കോട്ടയം കേരളവർമ്മ പരശുരാജ. പുരളി ക്ഷമൻ എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ പരശുരാജയാണ്. കാരണം അദ്ദേഹം ഒളിച്ചിരുന്നത് ഏത് മലയിലായിരുന്നു? ഏത് മലയിലാണ്? പറ, ഏത് മലയിലാണ്? ആ മലയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് വേണത്. ഇനി കേരള സിംഹം എന്നറിയപ്പെടുന്നത് പരശുരാജയാണ്. അദ്ദേഹത്തിൽ ആ പേര് വിളിച്ചതാരാ? സർദാർ കെ എം പണിക്കർ. ഓക്കെ. അടുത്തത്, പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണം എന്തായിരുന്നു? പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളായിരുന്നു അദ്ദേഹത്തിന് കാരണമായിട്ടുള്ളത്. ഇനിയും ബ്രിട്ടീഷുകാർക്കെതിരെ പരശുരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയുവാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? കോട്ടയം പ്രദേശത്തിൻ്റെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാട്ടിന്മേൽ അവർ അവകാശം സ്ഥാപിച്ചതും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പരശുരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം അല്ലെങ്കിൽ യുദ്ധം തീരുമാനിക്കാനുള്ള കാരണം. ഇനി ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ, കൊട്ടോക്ക് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാർ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബേബർ ആയിരുന്നു. അടുത്ത, പഴശ്ശിയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ്. കണ്ടോ, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1290 മുതൽ 97 വരെയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതാവുന്നത് അല്ലേ? 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിന് പിന്നീട് ബ്രിട്ടീഷ് കമ്പനിക്ക് വരെ ശക്തമായി തെരഞ്ഞെടുപ്പ് നൽകി. അവിടെ ഒരു 18-ാം നൂറ്റാണ്ടിലേക്ക് വന്നാലുള്ള ഇതായിരുന്നു ഇവിടെ നടന്നത്. പിന്നെയുള്ളത്, ഒന്നാം പഴശ്ശി കലാപത്തിന് പ്രധാനമായിട്ടുള്ള കാരണം തെറ്റായിട്ടുള്ള നികുതി നയം. മിക്കയിടത്തും ഈ നികുതിയാണ് അല്ലെങ്കിൽ ടാക്സ് പിരിച്ചതാണ് മെയിൻ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ കലാപത്തിന് ഉണ്ടായത്. ഇനിയും ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. ഇനിയും നാലാം മൈസൂർ യുദ്ധത്തിന് അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. ഓർത്തിരിക്കണം, നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം എന്തായിരുന്നു? നമ്മുടെ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒന്നാം യുദ്ധവും വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനും അതുപോലെ തന്നെ കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതിനുമായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടായത് വയനാട് അവർ പൊടുന്നനെ പിടിച്ചെടുക്കാൻ നോക്കി, അതിനെ പിൻചെല്ലിയാണ്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധമുറ ഓർത്തിരിക്കണം, ഗറില്ല യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോരെന്ന് പറയും. അവർ നടന്നു വരുന്ന വഴിയിൽ നമ്മൾ സിനിമയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ഒളിച്ചിരുന്നത് എന്ത് ചെയ്യും? അവരെ ഒളി യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഒളിപ്പോരുകൾ നടത്തിയാണ് നമ്മൾ അവരുടെ ആൾക്കാരെ ആക്രമിച്ചു പോകുന്നത്. ഇനിയും അടുത്ത ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്, പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തുവാണ്. ഇനി പഴശ്ശി രാജാവിനെ സർവ്വ സൈന്യാധിപനായിരുന്നു കൈതേരി അബു നായർ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യരാണ്. അതുകൊണ്ട് തന്നെ കുറിച്യരെ നമ്മുടെ ബ്രിട്ടീഷ് സൈന്യം തിരിച്ചാക്രമിക്കുകയുണ്ടായി. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചത് ചെമ്പൻ ബോക്കൻ, കൈതേരി അബു നായർ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൽ. ഇവരാണ് നമ്മുടെ യുദ്ധത്തിന് പഴശ്ശിരാജയെ സഹായിച്ചത്. പഴശ്ശിരാജ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ്. പിന്നെ എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് 1802 പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർത്തർ വെല്ലസിയാണ്. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർത്തർ വെല്ലസി നിയമിച്ച 1200 പോലീസുകാരടങ്ങിയ പ്രത്യേക സേന അറിയപ്പെടുന്നത് കോൽക്കാർ എന്ന പറഞ്ഞ പേരിലായിരുന്നു. മരണമടഞ്ഞ വർഷം 1805 നവംബർ 30 പഴശ്ശിരാജ മരണമടഞ്ഞത്. കൊല്ലപ്പെട്ട സ്ഥലം മാവിലം തോടാണ്, വയനാട് ജില്ലയിൽ. ഇനിയും പഴശ്ശിരാജ എന്ന ജീവിതം ഇതിവൃത്തമാക്കി
കേരള സിംഗം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ എം പണിക്കറാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, പേര് മറന്നുപോലെ. ഇനി തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ പരശി സ്മാരകം മാനന്തവാടിയിലാണ്, പരശി ഡാം കണ്ണൂരിലാണ്, പരശി മ്യൂസിയം കോഴിക്കോടിലാണ്, പരശി ഗുഹ മലപ്പുറത്താണ്, പരശിരാജ കോളേജ് വയനാട്ടിലുള്ള പുൽപ്പള്ളിയിലാണ്. ഇത്രയുമാണ് ഇവിടുന്ന് പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. ഇതിപ്പോൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4ാമത്തെ വട്ടമാണ് തോന്നുന്നു ക്ലാസ്സിൽ പറയുന്നത്, ശരിയല്ലേ? പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ എഴുതി പഠിക്കുക, എന്നിട്ട് ഓർക്കുന്നില്ലെങ്കിൽ ഉറക്ക വായിച്ചു പഠിക്കുക, രാവിലെ എണീറ്റ് റിവൈസ് ചെയ്യുക, ഓർക്കും കേട്ടോ. അടുത്ത നോക്കി, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായത് യോജിച്ച് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം എങ്ങോട്ടാണ് വരേണ്ടത്? നമ്മുടെ മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 6ലേക്ക് പോയി. അടുത്തത് വൈക്കം സത്യാഗ്രഹം നമ്മുടെ ആരായിരുന്നു? KP കേശവമേനോൻ അല്ലേ? 5ലേക്ക് പോയി. 2 5ലേക്ക് പോയി. അടുത്തത് ചെമ്പഴത്തി ആശ്രമം നമ്മുടെ ശ്രീനാരായണ ഗുരുവിലേക്ക് പോയി. അടുത്തത് ചന്നാർ ലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചന്നാർ ലഹള നമ്മുടെ വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തിരിക്കണം. എന്താണ്? 1 6ലേക്ക്, 2 5ലേക്ക്, 3 9ലേക്ക്, 4 7ലേക്ക്. സോ ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ, വൈക്കം സത്യാഗ്രഹം KP കേശവമേനോൻ, ചെമ്പഴത്തി ആശ്രമം ശ്രീനാരായണ ഗുരു, ചാന്നാർ ലഹള വൈകുണ്ഠസ്വാമികൾ കേട്ടോ. ഓർത്തിരിക്കണം, മറന്നുപോലെ. ഓരോന്നും എന്താണെന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. എന്തിനു വേണ്ടിയാണ് ആരംഭിച്ചത്? ഇവിടെ റീസൺ ഉണ്ടോ? കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴി എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കുമായി തുറന്നു കിട്ടുവാൻ വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴി അല്ലെങ്കിൽ പബ്ലിക് റോഡ് എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും തുറന്നു കിട്ടാൻ വേണ്ടി നടന്ന സമര സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇനിയും ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറെ ചോദ്യം ചോദിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് ആ പേര് വന്നായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? മറന്നുപോയോ? കുറിച്യർ കലാപം കേട്ടോ, മറന്നുപോലെ. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? നമ്മുടെ കുറിച്യർ കലാപം കേട്ടോ, മറന്നുപോലെ. ഇങ്ങനെയുള്ള സംഭവം കാണുന്നതെല്ലാം ഒരുമിച്ചിട്ട് പഠിച്ചാൽ കൺഫ്യൂസിങ് ഒഴിവാക്കാം കേട്ടോ, മറന്നു പോകരുത്. അടുത്തത് വൈക്കം സത്യാഗ്രഹം നടത്ത നേതാക്കൾ ആരായിരുന്നു? TK മാധവൻ, KP കേശവമേനോൻ. KP കേശവമേനോൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ആൻസറിലേക്ക് പോയി. ഇനിയും വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരൊക്കെയായിരുന്നു? ഗോവിന്ദ പണിക്കർ നായർ, കുഞ്ഞാപ്പി ബാഹുലേയർ. അത് നായർ സമൂഹത്തിനും പുലയ സമൂഹത്തിനും ഈഴവ സമൂഹത്തിൽ നിന്നും 3 പേരായിരുന്നു ഉള്ളത് കേട്ടോ. ഓക്കെ, എൻ്റെ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടോ? പറയുന്ന വോയിസ് ബ്രേക്ക് ആകുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് എത്ര രൂപയാണ് ശ്രീനാരായണ ഗുരു സംഭാവന ചെയ്തത്? 1000 രൂപ. അന്നത്തെ കാലത്ത് കേട്ടോ, അന്നത്തെ കാലത്ത് 1000 രൂപ. ഏത് കാലത്താണ്? 1924-ലാണ് കേട്ടോ. 1924 ശ്രീനാരായണ ഗുരു സംഭാവന ചെയ്തതാണ് നമ്മുടെ 1000 രൂപ. ഇനി വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച് അയിത്തോച്ചാടന പ്രമേയം TK മാധവൻ അവതരിപ്പിച്ച INC സമ്മേളനം, കാക്കിനട സമ്മേളനം 1923 നമുക്കറിയാലോ. ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ സമ്മേളനത്തിനകത്ത് കാക്കിനട സമ്മേളനത്തിൽ വെച്ചാണ് ഈ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച നമ്മുടെ പ്രമേയം അവതരിപ്പിച്ചത്. ആര്? TK മാധവനാണ് പ്രമേയം അവതരിപ്പിച്ചതെന്ന് ഓർത്തിരിക്കണം. ഇനിയും വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. മറന്നുപോലെ പേര് നോക്കണം. ശ്രീമൂലം തിരുനാളായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിട്ടുണ്ടായിരുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് റീജന്റ് സേതു ലക്ഷ്മി ഭായിയാണ്. അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് റീജന്റ് സേതു ലക്ഷ്മി ഭായിയാണ്.
വൈക്കം സത്യാഗ്രഹം 603 നാൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. 603 ദിവസം വരെ നീണ്ടു നിന്നു കേട്ടോ. ഈ വൈക്കം സത്യാഗ്രഹം, ഈ സ്ഥലം അല്ലെങ്കിൽ ഈ നടവഴി കിട്ടുവാനായിട്ട് 603 ദിവസം വരെ ഈ സത്യാഗ്രഹം നീണ്ടു നിന്നു. ഒരു ഓർത്തിരിക്കേണ്ട നമ്പറാണ് 603 കേട്ടോ. ഇനിയും 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം. വേണമെങ്കിൽ ചോദിക്കാം, ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം എന്തുമായിട്ട് അനുബന്ധിച്ചായിരുന്നു? നമ്മുടെ 25 എന്താണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനം. ഇനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികളായിരുന്നു സി രാജഗോപാലാചാരി, മഹാദേവ് ദേശായി. ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് വിഭവ ഭാവെ വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ചത്. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുര മുതൽ വൈക്കം വരെ കാൽനട നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ കേട്ടോ. ഓർത്തിരിക്കേണ്ട ഒരു പേരാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മധുര മുതൽ, തമിഴ്നാട്ടിലെ മധുര മുതൽ വൈക്കം വരെ കാൽനട യാത്ര നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ ആയിരുന്നു. വൈക്കം ഹീറോ, വൈക്കം വീരം, വൈക്കം വീരം എന്നീ പേരിൽ അറിയപ്പെട്ടത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഓർത്തിരിക്കണം, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നീ പേരിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇനിയും പഞ്ചാബിൽ നിന്നെത്തിയ അകാലികൾ വൈക്കം സത്യാഗ്രഹ ശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്നുകൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഉണ്ടോ, വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഓർത്തിരിക്കണം, മധുര മുതൽ വൈക്കം വരെ ഇ വി രാമസ്വാമി നായ്ക്കറും വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭനുമാണ് വൈക്കം സത്യാഗ്രഹത്തോട് ബന്ധപ്പെട്ട് കാൽനട യാത്ര നടത്തിയ പ്രമുഖർ കേട്ടോ. പേര് മറന്നുപോലെ രണ്ടും ഓർത്തിരുന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പമായിരിക്കും. മധുര മുതൽ വൈക്കം വരെ ഇ വി രാമസ്വാമി നായ്ക്കറും വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭനുമാണ് നമ്മുടെ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയാണ് പറഞ്ഞത് സവർണ ജാഥ സംഘടിപ്പിച്ചോളാൻ. സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സേതു ലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിക്കപ്പെട്ടു. 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടു. ഓർത്തിരിക്കണം, സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് 1924 നവംബർ 1 വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പേര് തന്നെയുണ്ട്, വൈക്കത്ത് തന്നെയാണ് കേട്ടോ. അടുത്തത് വൈക്കം സത്യാഗ്രഹം മുതൽ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ യാത്ര സംഘടിപ്പിച്ചത് M.E. നായിഡു കേട്ടോ. അതായത് ഓർത്തിരിക്കണം, 3 എണ്ണമായി. നമ്മുടെ മധുര മുതൽ വൈക്കം വരെ ഇ വി രാമസ്വാമി നായ്ക്കർ, അതുപോലെ തന്നെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ. അടുത്തത് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തിയത് M.E. നായിഡു കേട്ടോ. ഓർത്തിരിക്കണം, കാരണം 603 ദിവസം നീണ്ടു നിന്നു, ഏകദേശം 2 വർഷത്തോളം കാലയളവ് നീണ്ടു നിന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്ന് പല ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹം നടന്നത്. നല്ലൊരു സംഘടിത സത്യാഗ്രഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഗാന്ധിജി വരെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഓർത്തിരിക്കണം, 3 കാൽനട യാത്രകൾ നമ്മൾ നടത്തിച്ചു. മധുര മുതൽ വൈക്കം വരെ ഇ വി രാമസ്വാമി നായ്ക്കറും വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭനും, അതുപോലെ തന്നെ നമ്മുടെ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് M.V. നായിഡുമാണ്. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം അതാണ് ചെമ്പഴത്തി വരുന്നത് കേട്ടോ. വയൽവാഴം വീട്, ചെമ്പഴത്തി, തിരുവനന്തപുരം. കണ്ടില്ല നമ്മൾ ഇതിനകത്ത് ചെമ്പഴത്തി ആശ്രമം കണ്ടില്ലായിരുന്നോ? അതാണ് ഈ കിടക്കുന്ന ചെമ്പഴത്തി കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം വയൽവാഴം വീട്, ചെമ്പഴത്തി, തിരുവനന്തപുരത്താണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം 1891. അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം 1912. പെരിയാറിൻ്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം 1913. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമാണ്. SNDP സ്ഥാപിതമായത് 1903 മെയ് 15. ഇനി ആദ്യ മുഖപത്രം വിവേകോദയം കേട്ടോ. വിവേകോദയമാണ് നമ്മുടെ SNDPയുടെ ആദ്യ മുഖപത്രമായിട്ട് അറിയപ്പെടുന്നത്. നിലവിലെ മുഖ്യപത്രം യോഗനാഥം കേട്ടോ. പത്രങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. നിലവിലുള്ള ഇപ്പോഴുള്ള മുഖ്യപത്രം യോഗനാഥം. ഇനി ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20. രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922.
ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925 കേട്ടോ. ഇനിയും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ കൊടുത്തിട്ടുണ്ട്. ജാതിമീമാംസ, ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശകതം, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നവമഞ്ജരി, വേദാന്ത സൂത്രം, ജാതി നിർണയം, ജാതി ലക്ഷണം, അദ്വൈത ദീപിക, ഇന്ദ്രിയ വൈരാഗ്യം, വിനായകാഷ്ടം, ദൈവ ശകതം, ദർശനമാല, നിവൃത്തി പഞ്ചകം, കുണ്ഡലിനി പാലിനി. അപ്പോൾ ഇത്ര ഇത് ടിക്ക് ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളതാണ്. ആത്മോപദേശ ശകതവും അതുപോലെ തന്നെ നവമഞ്ജരിയും പിന്നെ ദർശനമാലയും ദൈവശകവും. ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടത് അല്ലേ. ദൈവ ദശകം എന്ന് പറഞ്ഞതും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും പേരുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളിൽ ഉൾപ്പെടുന്നതാണ്. ഇനിയും ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. നോക്കിയിട്ട് വേണം പോകാൻ. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടറി എയർ ക്യാപ്റ്റനായിട്ട് നിലനിന്നിരുന്നത് AK ഗോപാലനാണ്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹം ഒരുപാട് സ്ഥലത്ത് കടന്നു വരുന്നുണ്ട് കേട്ടോ. മന്നത്ത് പത്മനാഭൻ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിലും പോയി ഇടപെട്ട് ഓർക്കുന്നില്ലേ? എന്തിനു വേണ്ടിയാണ് ഇടപെട്ടത്? നമ്മുടെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ്ണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ അദ്ദേഹം പോയി പ്രസിഡന്റായി മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. ഇനി ഗുരുവായൂർ സത്യത്തിൻ്റെ സെക്രട്ടറി കെ കേളപ്പനാണ്. അദ്ദേഹം തന്നെയാണ് നേതൃത്വം നൽകിയത്. ഇനിയും 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. 32 ഒക്ടോബർ 2 ഗാന്ധിജി ഇടപെട്ട് ആ നിരാഹാര സമരം പിൻവലിച്ചു. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പം നമ്മുടെ വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു? വഴി വിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാ ജാതിക്കാർക്കും നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴി നൽകണമെന്നുള്ള പ്രശ്നമായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? എല്ലാ ഹിന്ദു ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCC ഗുരുയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇനി ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്ന താലൂക്ക് പൊന്നാനിയിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്കും പൊന്നാനിയിൽ തന്നെയാണ്. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. അതായത് ഇവിടെ നമ്മൾ നമ്മുടെ ഇവിടേക്ക് പോയി ചാന്നാർ ലഹള കണ്ടില്ല, അത് നമ്മുടെ വൈകുണ്ഠ സ്വാമിയിലേക്ക് പോയില്ലേ. അപ്പം അതിൻ്റെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. ചാർനാൾ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാർനാർ ലഹള. 1859 ഈ സമരം കുടിയേറിയത്. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ഉണ്ടോ നോക്കണം. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ചാർനാർ ലഹളയാണ്. മുമ്പേ പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യകാലത്ത് നടന്നതെല്ലാം തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കാമെങ്കിൽ അങ്ങനെ ഓർത്തോർത്ത് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ചാർനാർ ലഹളയാണ്. ഇനിയും ചാർനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഓർത്തിരിക്കണം, നമ്മുടെ ചാർനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാർനാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1859 ജൂലൈ 26 ഇവിടെ കുറച്ച് കോട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ പ്രധാനികളിലൊരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. താഴ്ന്ന ജാതിക്കാർ മേൽമുണ്ട് ധരിക്കുന്നത് വിലക്കിയിരുന്ന ഭരണകൂടത്തിനെതിരെ വൈകുണ്ഠസ്വാമികൾ സമരത്തിനിറങ്ങി. മേൽമുണ്ട് ധരിക്കാൻ ജന്മസിദ്ധമായ അവകാശം എല്ലാവർക്കുമുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ കോണ്ട് ചോദിക്കുന്നതാണ്. മേൽമുണ്ട് ധരിക്കാൻ എല്ലാവർക്കും ജന്മസിദ്ധമായ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ് ഇക്കാര്യം പറയുന്നത്. കാരണം നമ്മുടെ എവിടെ വെച്ച് ഈ ഒരു സമരത്തിൽ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നമ്മുടെ ചാർനാർ ലഹളയിലുള്ള നമ്മുടെ മേൽമുണ്ട് സമരത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞാണ് മേൽമുണ്ട് ധരിക്കാൻ ജന്മസിദ്ധമായിട്ടുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് കിട്ടി? നമ്മുടെ പ്രചോദനം നൽകിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ വൈകുണ്ഠസ്വാമികൾ കേട്ടോ. സോ ആ പേര് ഓർത്തിരിക്കണം. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? നോക്കിയേ, സ്വദേശമാനി പ്രതിവാര പത്രം ആരംഭിച്ചു, ശരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവാണ്, വളരെ ശരിയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു, തെറ്റാണ്. അടുത്തത് ഇസ്ലാം ധർമ്മപരിപാലന സംഘം രൂപീകരിച്ചു, അതും ശരിയാണ്.
നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു എന്നത്. ഓക്കെ, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ജന്മസ്ഥലം വക്കം തിരുവനന്തപുരത്താണ്. ഇസ്ലാം വക്കം മൗലവിയുടെ വീട്ടുപേര് പൂന്ത്രാൻ വിളക്കാം വീട് കേട്ടോ, പൂന്ത്രാൻ വിളക്കാം വീടെന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടുപേര്. ഇനിയും ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന് മാതൃകയായ സംഘടന SNDP ആരാണ് സ്ഥാപിച്ചത്? SNDP ആരാ സ്ഥാപിച്ചത്? ഇപ്പോൾ വായിച്ച ആരാ SNDP? ശ്രീനാരായണ കേട്ടോ. ഓക്കെ, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച എന്താണ് SNDP സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന് മാതൃകയായത്. ഇനിയും വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി കേട്ടോ. സ്വദേശാഭിമാനി കേട്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു. സ്വദേശാഭിമാനിയാണ് അദ്ദേഹം ആരംഭിച്ച പത്രം. ഇനി സ്വദേശാഭിമാനി പത്രം 5 തെങ്ങിൽ സ്ഥാപിതമായത്. ഈ സാധനം ഓർക്കുന്നുണ്ടോ? 5 തെങ്ങ് എന്നതായിരുന്നു? 5 തെങ്ങ് എന്നതായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 5 തെങ്ങ് എന്തോ ഒരു കലാപോ, എന്നാ കലാപോ 5 തെങ്ങ്? എന്നതാ 5 തെങ്ങ്? ഓർമ്മയില്ലേ 5 തെങ്ങ് കലാപം? പറഞ്ഞു, ഒറ്റ പോയിന്റ് എനിക്ക് കേട്ടോ. 5 തെങ്ങ് കലാപം എന്തിനാണ് നടന്നത്? അല്ലെങ്കിൽ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 തെങ്ങ് കലാപത്തിൽ നമ്മൾ പറയുന്നുണ്ട്. എന്നതാ? നമ്മുടെ കലാപത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു കലാപം 5 തെങ്ങ് കലാപം. ഓർമ്മയില്ല ആർക്കും? എല്ലാവർക്കും ഞാൻ പോയി നിൽക്കും കേട്ടോ. കുരുമുളകൊക്കെ അത് പോട്ടെ. എന്തോ കുരുമുളകാ? ശരിയാ. അതെനിക്ക് വേണ്ട. ആദ്യ കലാപം കേട്ടോ, 5 തെങ്ങ് കലാപം കേട്ടോ, മറന്നുപോയല്ലോ. കേരളത്തിൽ കുടിയേറിയ ആദ്യ കലാപം 5 തെങ്ങ് കലാപം കേട്ടോ. അപ്പോൾ സ്വദേശാഭിമാനി പത്രം 5 തെങ്ങിൽ സ്ഥാപിതമായത് 1905 ജനുവരി 19 കേട്ടോ. ഇനി സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് മുസ്ലിം 1906, ദീപിക 1931, അൽ ഇസ്ലാം 1918. ഇത്രയുമാണ് അദ്ദേഹം സ്ഥാപിച്ച ബാക്കിയുള്ള പ്രസിദ്ധീകരണങ്ങൾ കേട്ടോ, ഓർത്തിരിക്കണം. ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. ഇനിയും രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റായ വർഷം 1906 ജനുവരി 17. ഇനിയും 2-3 കോട്ട്സ് ഉണ്ട്, നോക്കിയേ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറയുന്നത് വക്കം മൗലവിയാണ് കേട്ടോ. നമ്മളോടൊക്കെ ചോദിക്കാൻ പറ്റിയ ചോദ്യം, നമ്മൾ ടീച്ചേഴ്സ് അല്ലേ, നമ്മളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതോടൊപ്പം മത വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതും വക്കം മൗലവി കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും മനുഷ്യന് നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്ന് പറയുന്നത് വക്കം മൗലവി തന്നെ കേട്ടോ. 2 പേരും മറന്നുപോലെ, 2 കോട്ടും മറന്നുപോലെ, രണ്ടും പറഞ്ഞത് ഏതാണ്? നമ്മുടെ വക്കം മൗലവി തന്നെയാണ്. ഓക്കെ, അടുത്തത് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ നിരോധിച്ച വർഷം 1910. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വട്ടം ചോദിച്ചത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, ഉണ്ടോ? എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പറഞ്ഞത്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിനെന്നും പറഞ്ഞത് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇങ്ങനെയുള്ള കോട്ടുകളൊക്കെ പ്രത്യേകിച്ച് നോക്കിയിട്ട് വേണം പോകാൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ നടക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഓക്കെ, കെ കേളപ്പൻ നയിച്ചു. അതേപോലെ തന്നെ കോഴിക്കോട് മുതൽ പയ്യന്നൂർ കടപ്പുഴം വരെ നടന്നു. 1930 നടന്നു. വൈക്കം സത്യാഗ്രഹത്തിന് തുടർച്ചയായാണ് പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. 100ഓളം സ്വതന്ത്ര സേനാനികളാണ് പങ്കെടുത്തത്. നമുക്കറിയാം ഇതിൽ ഒന്നാമത്തെ പോയിന്റ് കെ കേളപ്പനാണ് നയിച്ചത്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 1930 നടന്നത്. ബാക്കി 2 പോയിന്റും തെറ്റാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കിയേ, 1, 2, 3 പ്രസ്താവനകളാണ് ശരി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കേട്ടോ. ഇതും ക്വസ്റ്റ്യൻ ഉണ്ട്, പയ്യന്നൂർ ബേപ്പൂർ കേട്ടോ. കണ്ണൂർ ജില്ലയിലാണ് പയ്യന്നൂരും കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലുമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇനിയും കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ 32 പേരാണ് കേട്ടോ. 32 പേരടങ്ങുന്ന സംഘമാണ് കെ കേളപ്പനോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്.
കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിലെത്തിയത് 1930 ഏപ്രിൽ 21-നാണ്. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. നമ്മുടെ കെ കേളപ്പൻ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ഉപ്പ് സത്യാഗ്രഹം ബന്ധപ്പെട്ട് ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനായിരുന്നു. ഇനി പാലക്കാട് എന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണ സ്വാമി അയ്യറാണ്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് പയ്യന്നൂരിലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ തുടർന്ന് നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സത്യാഗ്രഹിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി കേട്ടോ. അടുത്തത് ബെല്ലാരി ജയിലിൽപ്പെട്ട PC കുഞ്ഞിരാമൻ അടിയോടി 41 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരിച്ചു. നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മുടെ പുസ്തകത്തിൽ കൊടുന്ന് എന്താണ് നമ്മുടെ നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയായിരുന്നു നമ്മുടെ PC കുഞ്ഞിരാമൻ നായർ. അദ്ദേഹം ബെല്ലാരി ജയിലിലാണ് അടയ്ക്കപ്പെട്ടത്. അത് 41 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ചാണ് അദ്ദേഹം മരണമടയുകയുണ്ടായി. ഇനി കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ P കൃഷ്ണപിള്ളയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിങ്ങൾ, ഖാദി പ്രചരണം. ഈ 3 ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പിള്ളേരൊരു ഫ്ലാഷ് കാർഡൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കണ്ടത് അല്ലേ? ഓർത്തിരിക്കണം. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രക്ഷേപണത്തിൽ നമ്മൾ കാണുന്നതാണ് വിദേശ വസ്തുക്കളെല്ലാം ബഹിഷ്കരിക്കുക, പിന്നെ മദ്യം നമ്മൾ ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ ഖാദി വസ്ത്രത്തിൻ്റെ പ്രചരണം. ഇത്രയാണ് നമ്മുടെ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ. ഇനിയും കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചായിരുന്നു അല്ലേ? അത് എഴുതിയത് അംഷി നാരായണപിള്ളയാണ്. 2 ഇമ്പോർട്ടൻ്റ് കേട്ടോ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ് വരിക വരിക സഹചരെ എന്നതും അത് രചിച്ചത് നമ്മുടെ അംഷി നാരായണപിള്ളയാണ്. 2ാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ കേട്ടോ. പയ്യന്നൂർ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ്. നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പേജ് കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ, സമയമായല്ലോ. നോക്കിയേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. ഇവയുടെ കാലക്രമങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതുപോലെ തന്നെ ചൗരി ചൗര സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, ക്വിറ്റ് ഇന്ത്യ സമരം. നമുക്കറിയാം ബംഗാൾ ഗസറ്റാണ് ആദ്യം നടന്നത്. എപ്പോഴാണ്? 1780 കേട്ടോ. 1780 ബംഗാൾ ഗസറ്റ് നടന്നത്. അടുത്ത് നടന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. എന്നാണ് നടന്നത്? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 കേട്ടോ. 1919 അടുത്തത് നടന്നത് ചൗരി ചൗര സംഭവമാണ്. എന്നാണ് നടന്നത്? ചൗരി ചൗര സംഭവം എന്നാ നടന്നത്? ചൗരി ചൗര ഓർമ്മയുണ്ടോ? ചൗരി ചൗര എന്നാണ് നടന്നത്? ചൗരി ചൗര നടന്ന വർഷമില്ലേ? ആർക്കും അറിയത്തില്ലേ? ഓക്കെ, അത് ഞാൻ തരാം കേട്ടോ. ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ്? ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 അല്ലേ? 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഇനിയും ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതോ? ക്വിറ്റ് ഇന്ത്യ അറിയത്തില്ലേ? ക്വിറ്റ് ഇന്ത്യ നടന്നത് ക്വിറ്റ് ഇന്ത്യ എന്നാണ് നടന്നത്? 1942 കേട്ടോ. 1942 ക്വിറ്റ് ഇന്ത്യ നടന്നത്. ചൗരി ചൗര സംഭവം നടന്നത് 1922 ആണോ? 1922 കേട്ടോ. ഓക്കെ, 22 1922 നോക്കട്ടെ. 22 ആണോ ഒന്ന് കൺഫേം ചെയ്യട്ടെ. 22 ഉറപ്പാണോ? ശരി കേട്ടോ. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഖൊരപ്പൂർ ജില്ലയിലെ ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് പോലീസ് വെടിവെപ്പ് നടന്നു കേട്ടോ. യെസ്, കറക്റ്റ് കേട്ടോ. 1922 എന്താണ് ചൗരി ചൗര. സോ ഈ ഡേറ്റുകൾ ഓർത്തിരിക്കണം. ബംഗാൾ ഗസറ്റ് 1780, അതിനുശേഷം ജാലിയൻ വാലാബാഗ് 1919, ചൗരി ചൗര 1922, അതിനുശേഷം ഉപ്പ് സത്യാഗ്രഹം 1930, പിന്നെ ക്വിറ്റ് ഇന്ത്യ ആണത് 1942 കേട്ടോ. ഇത്രയും വർഷങ്ങൾ നോക്കി വെക്കണം. ഓരോന്നും നമുക്ക് രാവിലത്തെ ക്ലാസ്സിൽ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. എൻ്റെ PDF ഞാൻ അയച്ചു തരാൻ പേടിക്കണ്ട.
കാരണം ഇതൊരു 4-5 പേജ് തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൗരി ചൗര എന്താണെന്നും എന്തിനു വേണ്ടി നടന്നെന്നും ആരാണ് അതിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നും ആരാണ് അനുയായിച്ചെന്നും ആരൊക്കെ അതിൻ്റെ അകത്ത് മരിച്ചു എന്നും ഈ ഒരു 5-6 പേജ് അതാ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് രാവിലത്തെ ക്ലാസ്സിൽ പറയാം കേട്ടോ. ഒരു 3 പേജോളം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏതാണ് ഈ പറഞ്ഞ സമരങ്ങളെല്ലാം തന്നെ കടന്നു വരുന്നുണ്ട്. ഇവിടെ ക്വിറ്റ് ഇന്ത്യ, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല വീണ്ടും പറയുന്നുണ്ട്, ഉപ്പ് സത്യാഗ്രഹം, ബംഗാൾ ഗസറ്റ്, പിന്നെ അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ. ഇതിനെപ്പറ്റി എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ നിങ്ങളൊന്ന് വായിച്ചിട്ട് വേണം കയറാൻ. ഇതിൻ്റെ ഒരു PDF ഞാൻ അയച്ചു തരാം കേട്ടോ, ഗ്രൂപ്പിൽ ഇപ്പോൾ ഇട്ടേക്കാം, അതിരുന്ന് വായിക്കണം കേട്ടോ. നാളെ മുതൽ ഓരോ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരും. 2 ദിവസം കഴിയുമ്പോൾ മറ്റന്നാൾ രാവിലെ അതിൻ്റെ ആൻസർ കീ ഇടും, കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഇടും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്തു പോകാം. ചെയ്ത് പഠിച്ചാൽ നല്ലതാണ് കേട്ടോ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ചെയ്ത് പഠിച്ചാൽ നല്ലതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ പരസ്പരം കണ്ടെത്തണം. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കി കണ്ടുപിടിച്ചോ, കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കും കേട്ടോ. ധൈര്യമായിട്ട് കണ്ടുപിടിച്ചോ, ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ. യെസ്, അപ്പം നമുക്ക് ചെയ്തു പോകാം. സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം, ഗ്രൂപ്പ് ചോദിക്കാം, ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ, താങ്ക് യു.